രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം. നമുക്ക് 29ാമത്തെ ഭാഗം, കർക്കിടകം 29ാമത്തെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം വിവരിച്ചിരുന്നത്. അത് ഔഷധ ഫലമായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം മേഘനാഥനാകുന്ന ഇന്ദ്രജിത്തിൻ്റെ യുദ്ധം വീണ്ടും നടക്കുന്നുണ്ട്. അതിൽ വളരെ വിശാലമായ ഒരു യുദ്ധ വിവരണമാണ്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഔഷധം ഫലിച്ചതിന് ശേഷമുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ പൂർവാധികം ശക്തിയോടെ മുറിവേറ്റവരും മയങ്ങിക്കിടന്നവരും മരണം സംഭവിച്ചവരും എല്ലാം തങ്ങളുടെ ശരീരം മുറിപ്പാടുകളും എല്ലാം അനാരോഗ്യങ്ങളെല്ലാം മാറിയവർ പൂർവാധികം ശക്തിയോടെ രംഗത്തെത്തി. അപ്പോൾ രാവണനോടുള്ള ആ പക തീർക്കുവാൻ വേണ്ടി, മേഘനാഥനോടുള്ള പക തീർക്കുവാൻ വേണ്ടി രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്ന് തെളിഞ്ഞ് ഉടൻ മർക്കട നായകന്മാരോട് ചൊല്ലുകയാണ്. അർക്കതനയനും അങ്കദനും ചൊല്ലുകയാണ്, ഇനി ആരും ഇവിടെ എങ്ങും നിൽക്കരുതാരും, പുറത്തിനി വാനരരൊക്കെ മുറിക്കുക, മതിലുകളെല്ലാം തല്ലി തകർക്കുക, ഗൃഹങ്ങളിലൊക്കെ കൊള്ളി വയ്ക്കുക. ഇത് മതിലുകളും കിടങ്ങുകളും എല്ലാം തല്ലി തകർത്ത് നമ്മൾ ലങ്കാപുരത്തിനകത്ത് ചെന്ന് കൊട്ടാരങ്ങളിലുള്ളിൽ തീ വെച്ച് ഇനി ആരെങ്കിലുമൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ എല്ലാം പുറത്തേക്ക് ചാടിക്കുക. അതുപോലെ കൂപങ്ങളും തടാകങ്ങളും കിടങ്ങുകളും ഒക്കെ തല്ലി തകർക്കുക. ഗോപുരദ്വാരാവധിയിൽ എല്ലാവരും നിരന്ന് നിൽക്കുക. ആരാണോ പുറത്തേക്ക് ചാടി വെന്തുരുകി വരുന്ന അവരെ, മരിക്കാത്തവരുണ്ട്, അവരെ കൊന്നൊടുക്കുക. അങ്ങനെ മിക്ക നിശാചരരെയും ഒടുക്കണം. ഇനിയും ഒടുക്കുവാനുള്ളവരാരെങ്കിലും ഉണ്ട്, അവരെയും നമുക്ക് എല്ലാവരെയും അന്തകന്റെ വീട്ടിലെത്തിക്കണം എന്ന് ഇത് കേട്ടപ്പോൾ വാനരന്മാർക്ക് വളരെ സന്തോഷമായി. പ്രത്യേകിച്ച് എല്ലാവരെയും ഉപദ്രവിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരെ, കുസൃതി കൂടിയവരല്ലേ വാനരന്മാർ. അപ്പോൾ എല്ലാറ്റിനെയും ഉപദ്രവിക്കുക, എല്ലാം തച്ചുടയ്ക്കാൻ പറഞ്ഞത് കേട്ടപ്പോൾ വാനരന്മാർക്ക് വളരെ സന്തോഷമായി. അവര് സർവശക്തിയും എടുത്ത് സർവ്വതും ദഹിപ്പിക്കുവാൻ തുടങ്ങി. ആ ദഹനത്തിന്റെ തീപ്പുക സ്വർഗത്തിൽ വരെയും എത്തി, ആകാശത്തെയും ഭേദിച്ച് അങ്ങ് മുകളിലേക്ക് പോയി. അത്രയ്ക്കും ലങ്കയെല്ലാം വെന്ത് ചുട്ട് നശിക്കുകയാണ്. അങ്ങനെ അപ്പോൾ രാത്രിഞ്ചര സ്ത്രീകൾ, രാക്ഷസികൾ വെന്തലറിപ്പാഞ്ഞ് വിഷമം മൂത്ത് കിടന്ന് കരയുകയാണ്. അങ്ങനെ ധാരാളം പേര് രാവണനെ ചീത്തയൊക്കെ പറഞ്ഞ് വഴക്കു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ചാടുകയാണ്, തീ വെന്തവര്. അങ്ങനെ ധാരാളം പേർ രാത്രി അവരുടെ ശബ്ദവും വെന്ത് ചാവുന്നവരുടെ കരച്ചിലും പുറത്തേക്ക് ഓടുന്നവരുടെ കരച്ചിലും ഓരോന്നും ചുട്ടുപൊട്ടുന്നതിൻ്റെ ശബ്ദവും വാനരന്മാര് ഉണ്ടാക്കുന്ന വാദ്യഘോഷങ്ങളും എല്ലാം കൂടെ ഒരു വളരെ വിചിത്രമായ, ഒരു അത്ഭുതകരമായിട്ടുള്ള, ഒരു വളരെ ആപത്തിൻ്റെ ഒരു വളരെ വലിയ മേഖലയിലേക്ക് നമുക്കത് ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ്. ആ രംഗം ഒന്ന് ചിന്തിക്കൂ. ധാരാളം ദീപകളെല്ലാം കെട്ടിടങ്ങളിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്നു. അതിനുള്ളിലുള്ളവർ, സ്ത്രീകൾ ഉൾപ്പെടെ വേവാതെയും ഒക്കെ വെളിയിലേക്ക് അലറിപ്പാഞ്ഞു വരുന്നു. വാനരന്മാർ എല്ലാം തല്ലി തകർത്തുകൊണ്ട് അവർ ഘോഷം നടത്തുന്നു. അങ്ങനെ രാവണനെ അസഭ്യം പറഞ്ഞുകൊണ്ട് കുറേ പേര് ഓടുന്നു. മൊത്തത്തിൽ അഗ്നിബാധ മാത്രമല്ല, യുദ്ധവും കൂടി ബാധിച്ച ഒരു അന്തരീക്ഷത്തിലൂടെ എല്ലാവരും ഓടുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ദശാനന വീരൻ ആകെ ചിന്ത മുഴുത്തു. ഇനി ഇവിടെയും നിക്കക്കള്ളിയൊന്നും ഇല്ലല്ലോ. പോയ ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്ന മേഘനാഥനെയാണ്. ആ മേഘനാഥൻ പരാജയപ്പെട്ടു വന്നിരിക്കുകയാണ്. കൊന്നവരെല്ലാം അവരെല്ലാം ജീവനോടെ വന്നിരിക്കുന്നു, പൂർവാധികം ശക്തിയോടെ. ഇനിയിപ്പോൾ ആരാണ് ഒരു രക്ഷയ്ക്ക്? അപ്പോൾ പെട്ടെന്ന് കുംഭൻ എന്ന് പറയുന്ന കുംഭകർണന്റെ ആത്മജന്മാരിൽ മക്കളിൽ മൂത്ത നല്ല മിടുക്കനായിട്ടുള്ള കുംഭകർണന്റെ മക്കളിൽ മിടുക്കനായിട്ടുള്ള കുംഭനും നികുംഭനും ഉണ്ട്, രണ്ടുപേര്. അവരോട് യുദ്ധത്തിന് മുന്നിൽ നിന്ന് പുറപ്പെടാൻ പറയുന്നു. അവരുടെ കൂടെ അകമ്പനനും പ്രജംഘനും അതുപോലെ വളരെ വളരെ ശക്തിയുള്ള യൂപാക്ഷനും
ശോണിതാക്ഷനും ഒക്കെ വൻപടയോടുകൂടി ഇങ്ങനെ ചതുരംഗ പടയോടുകൂടി പുറപ്പെട്ട് ചെല്ലുകയാണ്. അപ്പോൾ കവിവീരന്മാരെല്ലാം ആർത്ത് അലച്ച് അവരോട് ഉഗ്രമായ പൊരുതാൻ വേണ്ടി ഇറങ്ങുകയാണ്. കൂർത്ത അസ്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ കൊണ്ട് കവികളെ ഉപദ്രവിക്കുന്നു. കവികൾ അവരുടെ ദേഹമൊക്കെ ഇടിച്ച് ചതച്ച് ചമ്മന്തിയാക്കി മാറ്റുകയാണ്. അങ്ങനെ അവർ കയ്യിൽ കിട്ടിയതെല്ലാം തച്ച് ഉടയ്ക്കുകയാണ്. അങ്ങനെ മരം പറിച്ചും വലിയ പർവ്വതങ്ങളൊക്കെ പിഴുതുകൊണ്ട് വന്നും എല്ലാം എന്ത് വിനാശകരമായ ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ വാനരന്മാരും രാക്ഷസന്മാരും അങ്ങോട്ട് പൊരുതാൻ ആരംഭിച്ചു. അതോടുകൂടി ആ 4-5 നാഴിക അങ്ങനെ പൊരുതി നിന്നപ്പോൾ തന്നെ ഒരുപാട് രാക്ഷസ വർഗങ്ങളെല്ലാം രക്ഷോപുരി കാലപുരിയിലേക്ക് എത്തി. കമ്പനൻ ഒരു വൻപടയോട് അപ്പോൾ വൻപടയുമായി ഏറ്റുവന്നു. അപ്പോൾ കവികുലങ്ങളുടെ നേരെയാണത്. അത് കണ്ടിട്ട് വായുപുത്രനായ മാരുതനന്ദനൻ വളരെ കോപിച്ചുകൊണ്ട് ആ കമ്പനനെ വധിച്ചു. അതിനുശേഷം പ്രജംഘനും യൂവാക്ഷനും ശോണിതനേത്രനും എല്ലാവരും കൂടെ കോപിച്ചടുത്ത നേരം അംഗദൻ അവരെ 3 പേരോടും പൊരുതി നിൽക്കുകയും ആ ബാലി തനയനും മൈന്ദനും കൂടി അംഗദനും മൈന്ദനും വിവദനും ആയിട്ട് പലതരത്തിലുള്ള യുദ്ധം ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പ്രജംഘനെ തേരോടുകൂടി തൂത്തുവാരി താഴെ തല്ലി കൊല്ലുകയാണ് ചെയ്യുന്നത്. പിന്നെയും വിവദൻ മഹാബലൻ ആയിട്ടുള്ള ആ വിവദൻ ശോണിതനേത്രനെ കൊന്നു. മൈന്ദൻ യുവാക്ഷനെ കൊന്നു വീഴ്ത്തി. നക്തഞ്ചരന്മാർ 4 അങ്ങനെ പെട്ടെന്ന് തന്നെ മൃത്യുപുരം പ്രവേശിച്ചു. അപ്പോൾ കുംഭൻ അപ്പോഴത്തേക്ക് ഓടി വന്നു. കുംഭന്റെ കൂടെ വന്നവരെല്ലാമാണ് ഈ മരിച്ച് ചിതറിപ്പോയത്. അപ്പോൾ ധാരാളം ശരം പൊഴിച്ചുകൊണ്ട് കുംഭൻ വളരെ വേഗത്തിൽ അവിടേക്ക് വന്ന് വാനരന്മാരെയൊക്കെ ഓടിച്ചു. സുഗ്രീവൻ അപ്പോൾ ഈ കുംഭന്റെ തേരിൽ ചാടി വീണ് അവന്റെ വില്ല് കയ്യിൽ നിന്ന് വലിച്ച് ഒടിച്ച് ദൂരെ കളഞ്ഞു. അതിനുശേഷം മുഷ്ടിയുദ്ധം നടത്തി കുംഭനും സുഗ്രീവനും തമ്മിൽ. കുംഭനെ പെട്ടെന്ന് വലിച്ചു പൊക്കിയെടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ ആ കടലിൽ അതിഭീകരമായ തിരമാലകൾ വന്നു കുംഭൻ ചെന്ന് വീണത് കാരണം. പക്ഷെ അവൻ അവിടെ നിന്ന് അലറിക്കൊണ്ട് തിരിച്ചിറങ്ങി വന്നു. ഇത് കണ്ടിട്ട് സുഗ്രീവന് ദേഷ്യം മൂത്തിട്ട് സുഗ്രീവൻ എന്ത് ചെയ്തു? അന്നേരം തന്നെ നികുംഭനെ അവൻ വളരെ ശക്തമായ ഒരു പരിഘവുമായിട്ട് ചെന്ന് സംഹാരരുദ്രനെ പോലെ അവനെ കൊന്നു. അങ്ങനെ സിംഹനാദം ചെയ്താൻ അടുത്താൻ നേരം സുഗ്രീവനെ പിന്നിലിട്ട് വാതാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ. അപ്പോൾ സുഗ്രീവൻ കൊന്നു. നികുംഭനെ വാതാത്മജനായ നമ്മുടെ മാരുതി കൊല്ലുകയാണ് ചെയ്തത്. മാരുതി അവന്റെ മാറിലടിച്ചു. നികുംഭനും പാരിൽ പല കഷണമായിട്ട് നുറുങ്ങി വീണു. അങ്ങനെ അവന്റെ തലയൊക്കെ വലിച്ചു പറിച്ച് കളയുകയാണ് ചെയ്തത്. അങ്ങനെ ഭയങ്കര ദേഷ്യം മൂത്ത് വളരെ കോപാന്ധനായിട്ടാണ് നമ്മുടെ ഹനുമാൻ സ്വാമി അവിടെ ഓരോരുത്തരോടും ചെയ്തത്. ഇത്രയും ഈ കള്ളമായിട്ടുള്ള ബ്രഹ്മാസ്ത്രം അയച്ച് എല്ലാവരെയും മരണത്തിന് ഇടയാക്കിയ ആ ഒരു ദേഷ്യം കൂടി വന്നപ്പോഴത്തേക്ക് വർദ്ധിച്ച വീര്യത്തോടു കൂടി എല്ലാം തച്ചുടക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ലങ്കേശനോട് ബാക്കിയുള്ളവരൊക്കെ ജീവനും കൊണ്ട് ചെന്ന് ഈ ദുരന്തങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ലങ്കേശനായ രാവണന് പിന്നെയും ഭീതി കൂടി. അപ്പോൾ ഖരാത്മജനായ മകരാക്ഷനെയും വളരെ കോപത്തോടുകൂടി ദശാനനൻ വിടുകയാണ്. വലിയൊരു രാക്ഷസ സൈന്യ വ്യൂഹവുമായി വന്ന ഖരന്റെ മകൻ മകരാക്ഷൻ വാനരന്മാർക്ക് നേരെ ശരങ്ങൾ വർഷിച്ചതോടുകൂടി അവർക്ക് അവിടെ നിൽക്കാൻ കഴിയാതെ അവർ ശ്രീരാമ പാദാംബുജത്തിൽ വന്ന് ശരണം പ്രാപിക്കുകയാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രനും മകരാക്ഷനും തമ്മിൽ വളരെ ഗംഭീരമായ യുദ്ധം നടക്കുന്നു. ശ്രീരാമചന്ദ്രൻ്റെയും ദേഹം മകരാക്ഷൻ ശരങ്ങൾ തൂകി ധാരാളം കീറി മുറിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അവൻ്റെ കൊടിയും തേരും സാരഥിയെയും എല്ലാം ഭഗവാൻ അസ്ത്രങ്ങൾ കൊണ്ട് നുറുക്കിയ ശേഷം പാവകാസ്ത്രം കൊണ്ട് അവൻ്റെ ഖണ്ഡവും ഛേദിച്ചു.
അത് അങ്ങനെ വാനരന്മാരുടെയും ദേവകളുടെയൊക്കെ ആപത്തുകൾ മാറ്റിക്കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തത്. ഇതറിഞ്ഞ് മകരാക്ഷൻ മരിച്ചെന്നറിഞ്ഞതിന് അതാ പറഞ്ഞോടിച്ചെന്ന് പറഞ്ഞവരോട് രാവണൻ കോപിച്ചുകൊണ്ട് വളരെ ശക്തനായിട്ട് നിന്ന് വളരെ 14 ലോകവും ഇളകുന്ന വിധത്തിൽ നടുങ്ങുന്ന വിധത്തിൽ പരിചാരകന്മാരോടുകൂടി രാവണൻ വളരെ ഗർജനത്തോടുകൂടി പുറപ്പെടുകയാണ്. അപ്പോൾ ഇനിയും ഞാനേ ഉള്ളല്ലോ യുദ്ധത്തിന്, ഞാൻ തന്നെ ഇറങ്ങുകയാണെന്ന് എല്ലാവരും നഷ്ടപ്പെട്ട ആ ഒരു ഭീതിയിൽ രാവണൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മേഘനാഥൻ പറയുകയാണ്, അങ്ങ് എന്നോട് ക്ഷമിക്കണം, ഞാൻ എല്ലാ ശത്രുക്കളെയും നിഗ്രഹിച്ച് അങ്ങയുടെ ഉള്ളിലുണ്ടായ സങ്കടം ഞാൻ തീർക്കുന്നുണ്ട്. അന്തപുരത്തിൽ തന്നെ പിതാവിരുന്ന് അരുളുക, സന്തോഷമായിട്ടിരിക്കുക, യാതൊരു ദുഃഖവും ഉണ്ടാകരുത് എന്ന് പിതാവിനോട് പറഞ്ഞ് പിതാവിനെ വന്ദിച്ച് ആ വൃത്താരിജിത്തായ മേഘനാഥൻ വീണ്ടും പോരിനിറങ്ങുകയാണ്. അപ്പോൾ നിന്റെ മറഞ്ഞു നിന്നുള്ള യുദ്ധവും ഒന്നും കൊണ്ടും അവിടെ രക്ഷയൊന്നും ഉണ്ടാവുകയില്ല, മായാപ്രയോഗങ്ങളൊന്നും രക്ഷയ്ക്ക് വരികയില്ല. ഇങ്ങനെ എത്ര നാളേക്കാണ് ഇങ്ങനെ പൊറുക്കുന്നത്? ബ്രഹ്മാസ്ത്രമേത് നിശാചരന്മാരുടെ കുലത്തെ ഉന്മൂലനം ചെയ്യാനെന്ന് മേഘനാഥൻ വീണ്ടും വന്നപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ് ശ്രീരാമചന്ദ്രനോട്, അവൻ ബ്രഹ്മാസ്ത്രമേതല്ലേ നമ്മളെ എല്ലാവരെയും വധിക്കുവാൻ ശ്രമിച്ചത്, അപ്പോൾ തിരിച്ച് അവരോട് ബ്രഹ്മാസ്ത്രം അയക്കണം എന്ന് ശ്രീരാമചന്ദ്രനോട് ലക്ഷ്മണൻ പറയുകയാണ്. എന്നാൽ വീണ്ടും യുദ്ധത്തിന് വേണ്ടി വന്ന മേഘനാഥൻ യുദ്ധത്തിൽ പരാജയം സംഭവിച്ച് മേഘങ്ങളുടെ ഇടയിലേക്ക് ഒളിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. നേരിട്ടുള്ള യുദ്ധത്തിന് വലിയ പ്രാധാന്യം കിട്ടാതെ വന്നപ്പോൾ, വിജയം അവർ അസാധ്യമെന്ന് കണ്ടപ്പോൾ മേഘങ്ങളുടെ ഇടയിൽ ഒളിച്ചു നിന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ ആണ് ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, ആയോധനത്തിൽ അടുക്കുന്നവരോട് ആ ആയോധനത്തിൽ പിറകെ യുദ്ധമുറയിൽ ഭയം കൊണ്ട് പിന്തിരിഞ്ഞോടുന്നവരോടും ആയുധം നഷ്ടപ്പെട്ടവരോടും നേരെ വന്ന് യുദ്ധം ചെയ്യാത്തവരോടും ഭയം കൊണ്ട് നമ്മുടെ പാദത്തിൽ വന്ന് വീഴുന്നവരോടും ആ പൈതാഹമാം അസ്ത്രം പ്രയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചാൽ അത് നമുക്ക് വലിയ പാപം ഉണ്ടാവും. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ നിയമത്തിനും ധർമ്മത്തിനും എതിരാണ് ഇങ്ങനെ ഭീതിതന്മാരോടുമൊക്കെ നമ്മൾ ആ ബ്രഹ്മാസ്ത്രമൊക്കെ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട അനുജ എന്ന് പറയുകയാണ്. എത്രയും വേഗം മേഘനാഥൻ്റെ കഥ നമുക്ക് കഴിക്കാം, അത് എത്രയും വേഗം ചെയ്യാം അതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാതെ തന്നെ. അപ്പോൾ വാനരന്മാരുടെ ഹനുമാന്റെ നേതൃത്വത്തിലുള്ള വാനരന്മാരുടെ ശൗര്യം കണ്ടിട്ട് മേഘനാഥന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മേഘനാഥൻ പെട്ടെന്ന് തൻ്റെ ഒരു മായാപ്രയോഗം നടത്തിയിട്ട് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ കൂടി പറന്ന് രഥത്തിൽ വരികയും സീതാദേവിയെ മായ കൊണ്ട് സൃഷ്ടിച്ചിട്ട് ആ സീതാദേവിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഇവൾ കാരണമാണ് എൻ്റെ രാജ്യവും എൻ്റെ പിതാവിന് ദുഃഖമുണ്ടായതും എൻ്റെ രാജ്യം മൊത്തം രാജ്യത്തുള്ള എല്ലാവരും ചത്തൊടുങ്ങിപ്പോയതും ഒക്കെ കാരണം ഇവൾ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഇവളെ ഇപ്പോൾ തന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞ് മുടിക്ക് ചുറ്റിപ്പിടിച്ച് വാനരന്മാർ ഹനുമാൻ ഉൾപ്പെടെ എല്ലാവരും കാണുന്ന സ്ഥലത്ത് വെച്ച് സീതാദേവിയുടെ കഴുത്തറത്തിട്ട് ചോര ഇങ്ങനെ ചിതറി ആ രണാങ്കണത്തിൽ ഒഴുകുന്ന ദൃശ്യമൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് കാണിച്ച് ഇത് കണ്ട് ഹനുമാൻ വളരെ ഇനി ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്? സീതാദേവിയെ അവൻ കൊന്നുകളഞ്ഞല്ലോ, ഇനി ശ്രീരാമചന്ദ്രൻ ഈ യുദ്ധം ചെയ്തിട്ട് എന്ത് കാര്യമെന്നോർത്ത് വളരെ വിലപിച്ച് വിഷമിച്ച് വാനരന്മാർ 4 ദിക്കിലേക്ക് ഓടുകയും ശ്രീരാമചന്ദ്രനോട് വിവരം പറയാൻ ചെല്ലുകയും ചെയ്യുകയാണ്. അപ്പോൾ വാനരുടെയും ശ്രീരാമ സൈന്യത്തിൻ്റെയും ശക്തി കുറയ്ക്കുവാൻ വേണ്ടി മായാവിയായ മേഘനാഥൻ കാണിച്ച ഒരു തന്ത്രമായിരുന്നു അത്. അപ്പോൾ കരഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു വരുന്ന ആ ഹനുമാനോട് എന്താണ് ഇങ്ങനെ, ഹനുമാൻ ഒരിക്കലും യുദ്ധത്തിൽ പിന്തിരിഞ്ഞ് വരികയോ പേടിച്ച് പിന്മാറുകയോ ഒന്നും ചെയ്യില്ലല്ലോ, ഹനുമാൻ എന്താണ് പിന്നെ തിരികെ വരുന്നതെന്ന് ശ്രീരാമചന്ദ്രൻ ചോദിക്കുമ്പോൾ സീതാദേവിയെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ച്
ഇങ്ങനെ നിഗ്രഹിച്ചു എന്ന് വളരെ വിഷമത്തോടുകൂടി വേദനയോടുകൂടി കരഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമി പറഞ്ഞു. അങ്ങനെ എല്ലാവരും അന്തം വിട്ട് ഇനി എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെയുള്ള ചിന്താവിഷമത്തോടെ എല്ലാവരും ദുഃഖിച്ചു നിൽക്കുമ്പോൾ വിഭീഷണൻ ആ മൂകമായ രംഗം എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി വരുന്നു. അപ്പോൾ വിഭീഷണൻ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യോ മൂഢന്മാരെ, നിങ്ങൾക്ക് എന്തറിയാം, അത് അവൻ്റെ ഒരു മായയാണ്. അവൻ വളരെ വിശാരദനാണ്. ധാരാളം അനുഗ്രഹങ്ങൾ പരമശിവനിൽ നിന്നൊക്കെ ലഭിച്ചവനാണ്. അവൻ തപസ് കൊണ്ട് നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു മായാവിദ്യയും പല സിദ്ധിവിശേഷങ്ങളും ഒക്കെ നേടിയെടുത്തതിൻ്റെ ഫലമായിട്ട് സീതാദേവിയെ അങ്ങനെയൊക്കെ കാണിച്ചതാണ്. യഥാർത്ഥത്തിൽ സീതാദേവിയൊന്നും അല്ലത്, നിങ്ങളത് ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും യുദ്ധത്തിന് വേണ്ടി എല്ലാവരെയും യുദ്ധഭൂമിയിലേക്ക് വീണ്ടും സന്തോഷത്തോടെ പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ ഈ യുദ്ധത്തിന് നിന്ന് ഇങ്ങനെ സീതാദേവിയെ നിഗ്രഹിക്കുന്ന ആ ഒരു രംഗത്ത് അത് കാണിച്ച് അപ്പോൾ എല്ലാവരും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നികുംഭിലയിലേക്ക് പോവുകയാണ് മേഘനാഥൻ. നികുംഭില എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഇവരുടെ ഹോമങ്ങളും പൂജകളും ഒക്കെ. അപ്പോൾ ഗുരുവിന്റെ അനുഗ്രഹത്തോടെ നിർദ്ദേശപ്രകാരം പരമശിവനെയും കാളിമാതാവിനെയൊക്കെ പ്രാർത്ഥിച്ച് പൂജിച്ച് ഹോമങ്ങളൊക്കെ ചെയ്ത് യുദ്ധവിജയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കാൻ പോയതാണ് ദേവിയെ ഉപദ്രവിക്കുന്ന രംഗമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം. അപ്പോൾ ആ ഹോമം മുടക്കിയില്ലെങ്കിൽ അവനെ ഇനി ആർക്കും വധിക്കാൻ കഴിയില്ല എന്ന് വിഭീഷണൻ പറയുകയാണ്. അതിന് കവികുല മുഖ്യന്മാരെ എല്ലാം അതിനുവേണ്ടി വിടുകയാണ്. വിഭീഷണനും കൂടി അവരുടെ കൂടെ പോകുന്നു. അങ്ങനെ ആ നികുംഭിലയിലെത്തി മേഘനാഥന്റെ ഹോമം മുടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കപിസേനയും മൈന്ദൻ, വിവദൻ, സുഷേണൻ, നളൻ, നീലൻ, ഇന്ദ്രാത്മജൻ ആയ കേസരി, താരൻ തുടങ്ങിയവർ, ശൂരൻ, വൃഷഭൻ, ശരഭൻ, വിനീതൻ, പ്രമാദി, ശതബലി, ജാമ്പവാൻ, വാതാത്മജൻ, വേഗദർശി, വിശാലൻ, ജ്യോതിർമുഖൻ, സുമുഖൻ, ബലിപുങ്കവൻ, ശ്വേതൻ, ദധിമുഖൻ, അഗ്നിമുഖൻ, ഗജൻ, മേതുരൻ, ധൂമ്രൻ, ഗവയൻ, ഗവാക്ഷൻ, അങ്ങനെയുള്ള അതുപോലെയുള്ള ധാരാളം പ്രശസ്തരായിട്ടുള്ള കവികളും മറ്റും ലക്ഷ്മണനും എല്ലാവരും കൂടി ചേർന്ന് വിഭീഷണന്റെ നേതൃത്വത്തിൽ ചെന്ന നികുംഭിലയിലേക്ക് പോയി ആ ഹോമം മുടക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. കല്ലും മലയും എല്ലാം മരവും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാവരും കൂടി ചേർന്ന് അവിടെ വലിയ ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കി അവന് സ്വസ്ഥത കൊടുക്കാതെ മേഘനാഥന്റെ നേരെ മരങ്ങളും പാറകളും ഒക്കെ വർഷിച്ചു. അങ്ങനെ ഹോമം തടയപ്പെട്ടു. വാനരന്മാരുടെ ശല്യം കാരണം ഹോമം തടഞ്ഞു. അപ്പോൾ വളരെ കോപാക്രാന്തനായ മേഘനാഥൻ വിഭീഷണനോട് ചോദിക്കുകയാണ്, നീ രാക്ഷസ ജാതിയിൽ വന്ന് പിറന്ന നിന്നെ, നീ പിതാവിന്റെ തുല്യനാണെങ്കിലും നിന്നെ കൊല്ലേണ്ടവൻ തന്നെയാണ്. പുത്രമിത്രാദി വർഗത്തെ എല്ലാം ഒടുക്കുവാൻ വേണ്ടി ശത്രുക്കളുടെ കൂടെ കൂട്ടുനിന്ന് അവരുടെ ശത്രുവിന്റെ ഭൃത്യനായിട്ട് നിന്ന് നിത്യവും വേല ചെയ്യുന്ന നിന്നെ ഇവിടെ നിന്ന് നാട് കടത്തിയത് എത്രയോ നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ നീ ഒരാളാണ് നമ്മുടെ ഗോത്രത്തിന്റെ എല്ലാം വംശം നാശത്തിന് വേണ്ടി കാരണക്കാരനായത്. അപ്പോൾ ഇങ്ങനെ ഗോത്രവംശം നടത്തുന്നവന് ഒരു ലോകത്തും ഒരു സദ്ഗതി ഉണ്ടാകില്ല എന്നാണ് ധർമ്മശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് വിഭീഷണൻ പറയാണ്, നീയും നിന്റെ പിതാവുമാണ് വംശം മുടിക്കുന്നത്, അത് യാതൊരു സംശയവുമില്ല, നീ അത് മനസ്സിലാക്കുക. ഞാൻ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ വന്ന് വീണത്, അല്ലെങ്കിൽ നമ്മുടെ വംശം മൊത്തവും അദ്ദേഹം നശിപ്പിച്ചു കളയും. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് വീണ്ടും ലക്ഷ്മണകുമാരൻ ബാണങ്ങൾ തൂകി എല്ലാം അവന്റെ ദേഹമൊക്കെ മുറിച്ചു കളഞ്ഞു. അപ്പോൾ സൗമിത്രിയോട് തിരിച്ചു പറയുകയാണ്, നീ 2 ദിവസം എൻ്റെ ബാഹുപരാക്രമം, എൻ്റെ കരബലം നീ കണ്ടതല്ലേ കുമാര, പിന്നെ ഇനിയും കൊള്ളുന്നില്ല, നിനക്ക് മനസ്സിലായിരുന്നില്ല എൻ്റെ കഴിവെങ്കിൽ ഇപ്പോൾ നിന്റെ ശരീരം ഞാൻ ജന്തുക്കൾക്ക് ഭക്ഷണമാക്കി ഇട്ടുകൊടുക്കുക തന്നെ ചെയ്യും
എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ശക്തമായി 10 ബാണം വായുപുത്രന്റെ ദേഹത്തെ ഏൽപ്പിച്ചു. സൗമിത്രിയുടെ ദേഹമെല്ലാം അമ്പുകൾ കൊണ്ട് കീറി മുറിച്ചു. വിഭീഷണന്റെ നേരെ 100 ശരമെയ്തു. വാനര വീരന്മാരെയെല്ലാം അവരുടെയൊക്കെ ശരീരത്ത് ധാരാളം ബാണങ്ങൾ എയ്തു മഴ പൊഴിയുന്ന വിധത്തിലെയ്തു. ലക്ഷ്മണനും തിരിച്ച് ആ ശക്രാരിയുടെ മേലിൽ ധാരാളം ശരവർഷങ്ങൾ നടത്തി. സഹസ്രക്കണക്കിനുള്ള ആയുധങ്ങൾ പരസ്പരം ഉപയോഗിക്കുകയും അവന്റെ കവചം കീറി നുറുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ രക്താഭിഷിക്തനായ ശരീരികളായ നക്തഞ്ചരനും ആ സുമിത്രാതനയനും വീണ്ടും ശരപ്രയോഗം നടത്തുകയാണ്. അങ്ങനെ അവന്റെ തേരും പൊടിച്ചു കളഞ്ഞു, കുതിരകളെയും കൊന്ന് സാരഥിയുടെ തലയും മുറിച്ചു. അങ്ങനെ അവന്റെ കയ്യിലിരുന്ന മേഘനാഥന്റെ കയ്യിലിരുന്ന വില്ലും മുറിച്ച് കളഞ്ഞു. അപ്പോൾ മേഘനാഥൻ മറ്റൊരു വില്ലെടുത്ത് കുലച്ചുകൊണ്ട് ബാണങ്ങൾ തൂകി. പിന്നെയും 3 അമ്പ് ചെയ്ത് ആ വില്ലും ലക്ഷ്മണൻ മുറിച്ചു കളഞ്ഞു. അങ്ങനെ പങ്ക്തികണ്ഠാത്മജൻ അന്നേരം ഊറ്റമായ വില്ലും കുഴിയെ കുലച്ചുകൊണ്ട് ബാണങ്ങൾ തൂകി. അങ്ങനെ സത്വരം ലങ്കയിൽ നിന്ന് പുക്ക് തേരും പൂട്ടി വിദ്രുതം വന്നത് രാവണപുത്രനും. അപ്പോൾ ആരും അറിഞ്ഞില്ല പോയതും വന്നതുമൊന്നും. നാരദൻ താനും പ്രശംസിച്ചു. അപ്പോൾ ഘോരമായി ഉണ്ടായ ആ യുദ്ധം കണ്ടിട്ട് സാരസ സംഭവനാദികൾ ചൊല്ലുകയാണ്. പണ്ട് ലോകത്തിൽ ഇങ്ങനെയുള്ള ഒരു പോര് ഇതുവരെയും കണ്ടിട്ടില്ല. ഇനിയും അങ്ങനെയൊക്കെയുള്ള വീരപുരുഷന്മാരുടെ തമ്മിലുള്ള ആ യുദ്ധം ഇനിയും കാണുവാൻ ഇതുപോലെ ഒരെണ്ണം മറ്റിനി ലോകത്തുണ്ടാകുമോ? ഇങ്ങനെ പലരും പറയുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ 3 ദിവസം യുദ്ധത്തിൻ്റെ 3-ാം ദിവസവും കഴിഞ്ഞു. എന്നിട്ടും ഇവർ തമ്മിലുള്ള ആ യുദ്ധത്തിന് യാതൊരു കുറവും സംഭവിച്ചില്ല. രാഘവന്റെ പാദാംഭോരികം മനസ്സ് ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് പങ്ക്തികണ്ഠാത്മജന്റെ കണ്ഠവും ഛേദിച്ച് രാഘവനന്ദൻ കൗസല്യതനയൻ അവനെ കൊല്ലുകയാണ് ചെയ്തത്. എന്നിട്ട് അവനെ കൊന്ന ആ ശരം സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായി വീണ്ടും തൂണിയിൽ വന്ന് വീണ്ടും സഞ്ചയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ രാവണിയുടെ തല ഭൂമിയിൽ വീണു. അതിനുശേഷം തുടർന്ന് ലോകത്രയത്തിനും സന്തുഷ്ടമായ ആ മനസ്സ് എല്ലാവർക്കും സന്തോഷം കൊടുത്തു മേഘനാഥന്റെ ആ ഒരു മരണത്തോടുകൂടി. അങ്ങനെ സന്തതം സൗമിത്രിയെ എല്ലാവരും സ്തുതിച്ചു. ദേവന്മാരും എല്ലാവരും രാവണനെ പോലെ തന്നെ രാവണൻ കഴിഞ്ഞ അടുത്ത ഏറ്റവും ലോകനാശത്തിന് വേണ്ടി ജനിച്ചവനായിരുന്നു മേഘനാഥൻ. അപ്പോൾ അവനെ വകവരുത്തിയതിന് ലക്ഷ്മണനെ ദേവവൃന്ദങ്ങൾ എല്ലാവരും സ്തുതിച്ചു. എല്ലാവരുടെയും ദുഃഖമെല്ലാം അകഴുന്നു. താപസന്മാരും ഗഗനചാരന്മാരും ദുന്ദുഭി നാദവും ഘോഷിച്ചു വന്നു. നന്ദിച്ചതാശു വിരിഞ്ചിന് വന്നേരം ശങ്കാവിഹീനം ചെറുഞാണിലിയിട്ട് ശംഖും വിളിച്ചവൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. അങ്ങനെ രഘുനാഥന്റെ അരികിലേക്ക് മേഘനാഥനെ വധിച്ച ശേഷം കവിവീരരും എല്ലാവരും കൂടി ഒരുമിച്ച് ഭഗവാന്റെ മുന്നിലേക്ക് ലക്ഷ്മണകുമാരനും വാനരസേനയുമായി വരികയാണ്. അപ്പോൾ ഭഗവാൻ ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്യുകയാണ്. നീ ചെയ്ത ജോലി എത്രയും ദുഷ്കരമായിരുന്നു. രാവണി യുദ്ധത്തിൽ മരിച്ചത് കാരണം ഇനി രാവണൻ താനും മരിച്ചെന്നറിയുക. മേഘനാഥൻ മരിച്ചാൽ രാവണനും മരിച്ചത് തന്നെ. ആകെ ഇനി ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ക്രുദ്ധനായിട്ട് നമ്മളോട് യുദ്ധത്തിന് വരും. അവൻ എത്രയും വേഗം തന്നെ ഇനിയും അവന്റെ അന്ത്യവും ഉടനെ തന്നെ ഉണ്ടാകും. അങ്ങനെ രാവണൻ അതിനുശേഷം വിലപിക്കുകയാണ്. ഇങ്ങനെ അവർ പരസ്പരം പറയുന്നതിനിടയിൽ പുത്രൻ മരിച്ച ആ വാർത്ത കേട്ടിട്ട് രാവണൻ മോഹാലസ്യപ്പെട്ട് ഭൂമിയിലേക്ക് വീണു. അതിനുശേഷം വീണ്ടും ബോധം വീണു കഴിഞ്ഞപ്പോൾ എൻ്റെ കുമാര, മണ്ഡോദരി നന്ദന, സുകുമാര, വീര മനോഹര, എൻ്റെ കർമ്മദോഷങ്ങൾ എന്നല്ലാതെ എന്ത് ചൊല്ലുവാനാണ്? നീ നഷ്ടപ്പെട്ട ദുഃഖം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല.
പിന്നെ ആകാശചാരികൾ, അതായത് ദേവന്മാർക്കും ദ്വിജന്മാർക്കും മാമുനിമാർക്കും എല്ലാം ഇന്ന് നന്നായിട്ട് ഉറങ്ങാമല്ലോ, നീ നഷ്ടപ്പെട്ട കൂർത്ത് എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ദുരിതം വരുത്തി വെക്കുന്നവനായിരുന്നു അവൻ. മരിച്ചപ്പോൾ ഇന്നു മുതൽ എല്ലാവരും ഇനി നന്നായി ഉറങ്ങുമെന്ന് രാവണൻ തന്നെ പറയുകയാണ്. എൻ്റെ ജന്മമെല്ലാം നിഷ്ഫലമായി വന്നല്ലോ ദൈവമേ. അങ്ങനെ പുത്രന്റെ ഒരുപാട് ഗുണങ്ങളൊക്കെ പറഞ്ഞ് നിരൂപിച്ചുകൊണ്ടും വളരെ ദുഃഖത്തോടുകൂടി കരഞ്ഞു തുടങ്ങുകയാണ് നമ്മുടെ രാക്ഷസവീരനായ രാവണൻ. എൻ്റെ ഓരോ കഴിവുകളും ബലവും അവൻ്റെ അഹമ്മതിയും ഓരോന്നും നഷ്ടപ്പെടുകയാണ്. ഇനി ഒന്നുമില്ലാത്ത രാവണനെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. ഇങ്ങനെയുള്ള അവൻ്റെ ആ ശക്തികളാകുന്ന ഓരോ ചിറകുകൾ അറ്ററ്റുപോയി ഇനി രാവണൻ എന്ന് പറയുന്ന ആ ഒരു മഹാശക്തി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ എന്നോട് പുത്രൻ മരിച്ചത് ഈ ജാനകിയുടെ കാരണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് ഇവളെ ഞാൻ കൊന്നു, ഇവിടെ ചോരയെല്ലാം കുടിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ദേവിയെ കൊല്ലുവാൻ വേണ്ടി, സീതാദേവിയെ കൊല്ലുവാൻ വേണ്ടി വാളു മോങ്ങിക്കൊണ്ട് ദേവിയുടെ അരിയിലേക്ക് ഓടിച്ചെന്നു. ഇത് കണ്ടിട്ട് ഈ ക്രുദ്ധനായ രാവണൻ സീതയെ ഇപ്പോൾ തന്നെ കൊന്നുകളയുമെന്ന് മനസ്സിലാക്കിയിട്ട് ദേവി വളരെ വേപതുഗാത്രിയായിട്ട് രാമരാമേതി ജപിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം തന്നെ കൊല്ലുമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ബുദ്ധിമാനായ സുപാർശൻ എന്ന രാവണന്റെ ഒരു സഹായി പെട്ടെന്ന് അദ്ദേഹം രാവണനെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് തടഞ്ഞു നിർത്തി പറയുകയാണ്, അങ്ങ് കുറച്ച് നീതികളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ബ്രഹ്മകുലത്തിൽ ജനിച്ചതല്ലേ അങ്ങ് വളരെ നിർമ്മലനായ ജഗത്തിൻ്റെയൊക്കെ എല്ലാ 3 ലോകങ്ങളുടെയും സമ്മതനായ ആളല്ലേ. അങ്ങയുടെ ഗുണങ്ങൾ വർണ്ണിക്കാൻ ഗുഹനും അനന്തനും ഒന്നും കഴിയില്ല. അത്രയ്ക്കും വളരെ ഗുണമുള്ള ആളല്ലേ അങ്ങ്. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലയോ അങ്ങ്. പൗലസ്ത്യനായ കുബേര സഹോദരനെ ത്രൈലോക്യവും വന്ദിക്കുന്ന ആ പുണ്യജനാധിപനല്ലേ അവിടുന്ന്. കുബേരന്റെ സഹോദരനെ ത്രൈലോക്യം വന്ദിക്കുന്ന പുണ്യനായിട്ടുള്ള ആള്. പിന്നെ വേദജ്ഞൻ, സാമവേദത്തിൽ പണ്ഡിതനായവൻ, സമസ്ത വിദ്യകളും അഭ്യസിച്ചവൻ, അങ്ങനെ ജിതേന്ദ്രിയനാണ്, വേദവിദ്യ വ്രതസ്നാനപരായണനാണ്, ബോധവാനാണ്, ഭാർഗവരാമന്റെ ശിഷ്യനാണ് എന്നിങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇല്ലാത്തതും ഉള്ളതുമൊക്കെ വളരെ വിനയമുള്ള ആളല്ലേ അങ്ങ് എന്നൊക്കെ ഈ സുപാർശൻ ഇരുന്ന് പറയുകയാണ്. ക്രോധിച്ച് ദേവിയെ വെട്ടിക്കൊല്ലുവാൻ ചെല്ലുന്ന ആ മകൻ നഷ്ടപ്പെട്ട ആ ദുഃഖത്തിൽ ഇവൾ ഒരുത്തി കാരണമാണ് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് ചെന്ന് അപ്പോൾ തന്നെ ദേവിയെ കൊന്ന് ചോര കുടിക്കുമെന്ന് പറഞ്ഞാണ് ചെല്ലുന്നത്. അപ്പോഴാണ് ഇത്രയും രാവണന്റെ ഗുണങ്ങളും ഇല്ലാത്ത ഗുണങ്ങളും എല്ലാം പ്രകീർത്തിച്ച് രാവണനെ ശാന്തമാക്കുകയാണ്. അപ്പോൾ അങ്ങ് ഒരു സ്ത്രീവധം നൽകി അങ്ങയുടെ ഇത്രയും ഗുണങ്ങളുള്ള അങ്ങയുടെ കർമ്മനാശം വരുത്തി വയ്ക്കരുത്. അത് അങ്ങക്ക് ദുഷ്കീർത്തിക്ക് കാരണമാകും. ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് എല്ലാം നഷ്ടപ്പെടുത്തി അവസാനം ആ സ്ത്രീയെ കൊന്നു എന്നൊക്കെയുള്ള ദുഷ്കീർത്തി വരും. അതുകൊണ്ട് അങ്ങ് സമാധാനമായി പോവുക. മാനവന്മാരെയും വാനരന്മാരെയും മാനേനെ പോർ ചെയ്ത് കൊന്നു കളഞ്ഞതിന് ശേഷം ഇനി നല്ല മാന്യനായി പോയി യുദ്ധം ചെയ്ത് അവരെയൊക്കെ കൊന്നു കളഞ്ഞിട്ട് മാനവന്മാരായിട്ടുള്ള, അതായത് രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും എല്ലാം കൊന്നതിന് ശേഷം ജാനകി ദേവിയെ വന്ന് പ്രാപിച്ചു കൊള്ളുക, ദേവിയെ സ്വന്തമാക്കി കൊള്ളുക. അപ്പോൾ നിന്നെ ശല്യം ചെയ്യാൻ ആരും വരില്ലല്ലോ രാവണ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മനസ്താപമൊക്കെ കളഞ്ഞിട്ട് സന്തോഷമായിട്ട് ഇനി പോയി യുദ്ധം ചെയ്ത് അവരെ വിജയിച്ചിട്ട് ദേവിയായിട്ട് ജീവിച്ചോളൂ. ഇത് കേട്ടപ്പോൾ രാവണൻ വിചാരിച്ചു, ഇപ്പം തന്നെ പോയി യുദ്ധം ചെയ്ത് ശ്രീരാമനെയും ആ കവികുലങ്ങളെ എല്ലാം കൊന്നൊടുക്കിയതിന് ശേഷം എനിക്ക് സീതയായിട്ട് വീണ്ടും ജീവിക്കാം എന്നൊരു പ്രതീക്ഷയോടെ നാമ്പിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നീതിമാനായ സുപാർശൻ പറഞ്ഞത് കേട്ടിട്ട് വളരെ സന്തുഷ്ടനായിട്ട് ആസ്ഥാന മണ്ഡപത്തിലേക്ക് ചെന്നിരുന്ന് മന്ത്രിമാരെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ വീണ്ടും എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നു. അതിനുശേഷം വീണ്ടും വർദ്ധിച്ച കോപത്തോടുകൂടി ഒരുപാട് ബാക്കിയുള്ള രാക്ഷസന്മാരെ സൈന്യങ്ങളെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോയി രാവണൻ പോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിർഭയമായി അങ്ങോട്ട് ചെല്ലുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ബാക്കിയുള്ള സൈന്യങ്ങളും ചെന്നു. രഘുത്തമൻ അപ്പോൾ എന്ത് ചെയ്തു, ബാണങ്ങൾ എയ്ത് കൂടെ വന്ന സൈന്യങ്ങളെയും ഭിന്നമാക്കി രാവണന്റെ ദേഹവും
ഒരുപാട് കീറിമുറിച്ചു. അങ്ങനെ തളർന്ന് വശം കെട്ട് ധീരതയും വിട്ട് വാങ്ങി ദശാനനൻ പോരുവിനെ മമ പോരുമെന്നോർത്തിത് ഭീരുവായി ലങ്കാപുരം പുക്ക് അനന്തരം. അങ്ങനെ ഒരു പോക്ക് രാവണൻ ഉടനെ ചെയ്തെങ്കിലും ശ്രീരാമ ശരങ്ങളേറ്റ് ദേഹം മുഴുവൻ കീറി. അതും മനസ്സും കൈവിട്ട അവസ്ഥയിൽ ഒരുപാട് യുദ്ധപരാജയം നടന്ന് വീണ്ടും ലങ്കാപുരിയിലേക്ക് തന്നെ പേടിയോടെ ഓടിപ്പോവുകയാണ് രാക്ഷസേശ്വരനായ രാവണൻ.